ദൈവവചനം പഠിക്കുവാനായി ആർത്തിയോടെ ആഴമായ ദൈവസ്നേഹത്തോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നു. എഫേസ്യ ലേഖനമാണ് നാം ക്രിസ്തുവിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു രാത്രിയിലും ദൈവവചന ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലെ വെളിപ്പാടുകളെ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായി ആത്മാവിൽ ഒരു മിനിറ്റ് എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി എന്നോട് നീ സംസാരിക്കണം. ഞാൻ വചനത്തിലേക്ക് പോകുമ്പോൾ വചനത്തിലേക്ക് ഞാൻ കടക്കുന്നത് പോലെയല്ല. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ, ഞാൻ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എൻ്റെ ആത്മീയ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു പടിയും കൂടെ ക്രിസ്തുവിൽ എനിക്ക് വളരണം. ആ സ്നേഹത്തിൻ്റെ ആർദ്രതയിൽ എനിക്ക് പിടിക്കപ്പെടണം. എനിക്ക് അവിടുത്തെ അല്പം കൂടെ അടുത്ത് അറിയണം. എനിക്കെൻ്റെ യേശുവിനെ അല്പം കൂടെ ആഴമായി സ്നേഹിക്കണം. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കുമെന്ന് രാത്രി? Thank you, Holy Spirit. Lord, we thank you, Jesus. We thank you, Lord. We thank you, Holy Spirit, for your presence. കർത്താവെ, ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഇന്ന് രാത്രി നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരാരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ ദൈവിക സൗഖ്യം അയക്കണമേ. എൻ്റെ ഈ ശബ്ദത്തെ ഒരു ചാലകമായി, ഒരു ചാനലായി ഇന്ന് രാത്രി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്തതൊന്നും പറയുവാൻ അനുവദിക്കരുത്. ബുദ്ധിയുടെ പ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രദർശനശാലയായി ഈ പഠനം തീരട്ടപ്പ. എല്ലാ നന്മയെ നിറയ്ക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യമാണ് പരിശുദ്ധാത്മാവിൽ നാം വായിച്ച് ധ്യാനിക്കാനായി പോകുന്നത്. 15 മുതൽ 19 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 19-ാമത്തെ വാക്യം അവസാന വാക്ക്, നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 15-ൽ തുടങ്ങി 19-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുന്നിടം വരെ ഒരു പ്രാർത്ഥനയാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസോസിലെ സഭയ്ക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തൻ താൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ചില വാക്കുകൾ, ഞാൻ ഇന്നതാ നിങ്ങളെപ്പറ്റി പ്രാർത്ഥിക്കുന്നതെന്ന് അവരറിയത്തക്കവണ്ണം അവരെ എഴുതി അറിയിക്കുകയാണ്. 15-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നു, അതു നിമിത്തം. ഏതു നിമിത്തം? പൗലോസിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയാണ് തൻ്റെ മുമ്പുള്ള ഖണ്ഡികയുമായി, താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായി അതിനെ കണക്ട് ചെയ്യുക. ഏത് നിമിത്തം? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ മുന്നറിവിനാൽ നിങ്ങളെ വിളിച്ചതുകൊണ്ട്, നിങ്ങളെ തെരഞ്ഞെടുത്തതുകൊണ്ട്, നിങ്ങളെ മുൻനിയമിച്ചതുകൊണ്ട്, നിങ്ങളെ വീണ്ടെടുത്തതുകൊണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ അവകാശം പ്രാപിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നിങ്ങളെ തീർത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടത് കൊണ്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി, അങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്. ഞാനും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്
ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഈ 15 മുതൽ 19 വരെയുള്ള വാക്യത്തെ നമ്മളൊന്ന് ഒറ്റ ഖണ്ഡികയായിട്ട് പഠിച്ചാൽ, ഇറ്റ് ഈസ് എൻ ഐ ഓപ്പണിംഗ് പ്രയർ. ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു റെവലേഷൻ പ്രയർ, വെളിപ്പാടിനെ കിട്ടുവാനുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇറ്റ്സ് എ 7-fold പ്രയർ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് 7 കൂട്ടം കാര്യങ്ങളാണ് കർത്താവിൻ്റെ അഭിഷക്തൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. When we study the scripture, the word of God, we know that the 7 is the number of completion, complete. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രത്യേകമായൊരു സംഖ്യാ കണക്കാണ് 7 പൂർണ്ണതയാണ് കാണിക്കുന്നത്. ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്, ക്രിസ്തു എന്ന തലയിലേക്ക് വളരുവാനുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയുടെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഞാനും നിങ്ങൾക്ക്, അതായത് ഞാനെന്ന് പറഞ്ഞാൽ അപ്പോസ്തോലനായ ഞാൻ, നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും ആമേൻ സകല വിശുദ്ധന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടു. നിങ്ങളെപ്പറ്റി 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 2 പ്രൈസ് റിപ്പോർട്ട്സ് പറയാനുണ്ട്. ഒന്ന് നിങ്ങളുടെ പോസിറ്റീവ് സൈഡാണ്, നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം, യുവർ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് എഫെസോസ് സഭയുടെ 1ാമത്തെ പ്രത്യേകതയായി. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ, പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പേ അഭിഷക്തൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി, യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി ഞാൻ കേട്ടു. I too, means അപ്പോസ്തോലനായ ഞാൻ, with so great interest in your salvation, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ കാംക്ഷിച്ച ആളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എന്നെ ആ പ്രാർത്ഥനയിലേക്ക് തള്ളിവിട്ടത്, എന്നെ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുന്നത്, എന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് സജ്ജനാക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാണുമ്പോൾ, നിങ്ങൾക്ക് സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ, ഇത് എഫേസ്യ ലേഖനത്തിൽ മാത്രമല്ല ഈ സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും കർത്താവിൻ്റെ അഭിഷക്തൻ ഇത് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ വായിച്ചു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ആ വാക്യം വായിച്ചോ? കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സെയിം തിങ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം: സകല വിശുദ്ധന്മാരെയും ഒരുപോലെ സ്നേഹിക്കുവാനുള്ളൊരു ഹൃദയം നമുക്ക് ദൈവം തരണം. ദൈവത്തിന് അത് പ്രാർത്ഥിച്ച് മേടിക്കണം. സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ, ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാതെ, ഇന്ന ആളിൻ്റെ ഇന്ന ചർച്ചിലെ അങ്ങനെ പറയാതെ എല്ലാ ദൈവമക്കളെയും ദൈവമക്കളായിട്ട് കാണാൻ പറ്റാത്തവർ ദൈവമക്കൾ അല്ല. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട, നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്ന ദൈവമക്കൾ, അവർ ഏത് സംഘടനക്കാരായിക്കൊള്ളട്ടെ, അവരെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. സകല എന്ന കേട്ടോണം, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിനോമിനേഷൻ, ഗോഡ് ലുക്കിംഗ് ടു ദ ചർച്ച് ആസ് വോൾ, മുഴുവനായി സഭയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ബുക്കിനകത്തിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ, IPCയുടെ, AGയുടെ, ഷാരോൻ്റെ അങ്ങനെ ഒരു സഭയുടെ പ്രത്യേകമായ അക്കൗണ്ട് ഇല്ല. There is no account in the heaven.
അക്കോർഡിംഗ് ടു എ ഡിനോമിനേഷൻ, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഒരാളോട് കുറച്ച് സ്നേഹം, ഒരാളോട് വലിയ സ്നേഹമല്ല. എല്ലാവരെയും തുല്യമായിട്ട് ഒരേപോലെ സ്നേഹിക്കാനും കരുതുവാനുമുള്ള നിങ്ങളുടെ ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഐ ഹാവ് ഹേർഡ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ കേട്ടു. സോ ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് നമ്മുടെ സഭയെപ്പറ്റി പുറത്തോട്ടുള്ള കേൾവി എന്താ? എന്നെപ്പറ്റി, എൻ്റെ സഭയെപ്പറ്റി, എൻ്റെ ശുശ്രൂഷയെപ്പറ്റി പുറത്തോട്ടുള്ള കേൾവി എന്തുവാ? ഹല്ലേലൂയ. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ ഞാൻ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇടതടവില്ലാതെ ഞാൻ സ്തോത്രം ചെയ്യുക. ആ ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു. ഇടവിടാതെ എന്ന് വെച്ചാൽ there is no gap. Always I am praising God for you. അപ്പോൾ എപ്പോഴും സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ വചനം വായിക്കും. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, പൗലോസ് അങ്ങയോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയല്ലേ? അതെന്തിനാ ഈ ദൈവമക്കളെ കേൾപ്പിക്കുന്നത്? ദൈവത്തോട് ഇപ്പം ഞാൻ ഷാജി ബ്രദർ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു എഴുത്ത് ഞാൻ അദ്ദേഹത്തിന് അയക്കുമ്പോൾ എന്തിനാ കോപ്പി ചെയ്ത് അയക്കുന്നത്? ഷാജി ബ്രദറിന് ഇന്നതൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദ റീസൺ ഈസ്, ഇതൊരു ദൈവിക സന്ദേശമാണ്. ദൈവത്തിൽ നിന്ന് എന്തൊക്കെ നാം പ്രാപിക്കണമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നടത്തുന്നൊരു പ്രാർത്ഥനയത്. ഇതൊരു ബ്രേക്ക് ത്രൂ പ്രയറാണ്. ഈ പ്രാർത്ഥനയുടെ അന്തസത്ത ഗ്രഹിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ റലത്തിൽ നിന്ന് നമ്മൾ സൂപ്പർ നാച്ചുറൽ റലത്തിലേക്ക് ഷിഫ്റ്റ് ആകും. ഒരു ഷിഫ്റ്റിംഗ് നടക്കും. യുവർ ഫോക്കസ് വിൽ ചേഞ്ച്, യുവർ മിനിസ്ട്രി വിൽ ചേഞ്ച്, യുവർ പ്രയർ ലൈഫ് വിൽ ചേഞ്ച്, യുവർ വർഷിപ്പ് വിൽ ചേഞ്ച്, യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്. നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. താഴെ ഇരുന്ന് മുകളിലോട്ട് നോക്കുന്നതിന് പകരം കർത്താവ് നമുക്കൊരു കഴുകൻ്റെ കണ്ണ് തരും. മുകളിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ കണ്ണുകൾ തരും. ഈ പ്രാർത്ഥന 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്രേക്ക് ത്രൂ ഇൻ അവർ ലൈഫ്. പ്രയർ ലൈനിൽ, ഈ പ്രയർ ലൈനിൽ വരുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ദൈവവചനം പഠിക്കാൻ വരുന്നവരാ. ജീവിതത്തെ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നവരാ. ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കൊതിയുള്ളവരാ. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ തിരക്കേറിയ സമയങ്ങളിൽ നമ്മൾ അതിനായിട്ട് സമയങ്ങളെ വേർതിരിക്കുന്നത്. ഡ്യൂട്ടിയിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇത് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവമക്കൾ ഇത് കേൾക്കണമെന്ന് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യമാണ്. ലെറ്റ് ദം ഹിയർ യുവർ പ്രയർ. പ്രത്യേകിച്ച് തലമുറകളോടുള്ള ബന്ധത്തിൽ, ഇഫ് യു ആർ പ്രേയിങ് ഫോർ യുവർ ജനറേഷൻ, യുവർ ഓഫ് സ്പ്രിങ്സ്, ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ദൂതായിട്ട് തന്നെ ഏറ്റെടുത്തു. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളുള്ള അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾ കരയണം ദൈവസന്നിധിയിൽ. നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കണം. എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് വേണ്ടി, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, എൻ്റെ കുഞ്ഞിനെ ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തണമേ, ആത്മീയമായ ജ്ഞാനം അവന് കൊടുക്കണമേ, അവനെ പാപത്തിന് പിടിക്കാൻ പറ്റല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ അകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കയറും. ഇവൻ്റെ ചെവിയിൽ ഇത് കൂടെ കേൾക്കുന്തോറും അവൻ്റെ അകത്തെ മനുഷ്യനിൽ രജിസ്റ്റർ ചെയ്യും. ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല, ഞാൻ ഈ പാപത്തിനുള്ളവനല്ല, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കളുടെ കരച്ചിലിൻ്റെ ശബ്ദം അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടോണ്ടായിരുന്നു മിക്കപ്പോഴും ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് വരുന്നത്. 4 മണിക്ക് എൻ്റെ മമ്മിയും പപ്പായും കൃത്യമായി 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അവർ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമായിരുന്നു. അതിരാവിലെ എന്നുള്ള പാട്ടൊക്കെ പാടി അവർ പ്രാർത്ഥിക്കുന്നത് ഏറിയതും എനിക്ക് വേണ്ടിയായിരുന്നു. കാരണം 2 മക്കളുണ്ട്. മൂത്ത മോനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുക.
കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, അവനെ ഉപയോഗിക്കണമേ, അവനെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയ്ക്കണമേ. അഭിഷേകം പ്രാപിക്കാൻ ഒരു കൊതി എൻ്റെ അകത്തിട്ടതാ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ ഉപവാസ പ്രാർത്ഥന എൻ്റെ സഹോദരന്മാരെല്ലാം ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കൊല്ലിയാൻ മിന്നുന്നത് പോലെ, ഇടിവെട്ടുന്നത് പോലെ എൻ്റെ മേൽ ഇറങ്ങിയ ദൈവസാന്നിധ്യമായി ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറകൾ കേൾക്കണം. ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവിൽ തെറ്റിപ്പോകാവുന്ന അനേക സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം സിനിമയ്ക്ക്, ഞാൻ തുറന്നങ്ങ് പറയാം, സിനിമയ്ക്ക് പോകാൻ കൂട്ടുകാർ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പാപപ്രവൃത്തി ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് കോളേജ് ലൈഫ് നിങ്ങൾക്കറിയാമല്ലോ, കോളേജിലെ ജീവിതം എങ്ങനെയാണെന്നറിയാം. കോളേജിലെ ജീവിതത്തിലുള്ള മ്ലേച്ഛതകളിലേക്ക് പോകാതെ എന്നെ തടഞ്ഞു നിർത്തിയത് എൻ്റെ കാതുകളിൽ വന്ന് അലച്ച എൻ്റെ അപ്പയുടെയും അമ്മയുടെയും പ്രാർത്ഥനയാണെങ്കിൽ, നിങ്ങൾ കരയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഒരു തുള്ളി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിരുന്ന് ലെറ്റ് യുവർ ടീയേഴ്സ് ഫെൽ ഇൻ ടു ദെയർ ബോഡി, അവരുടെ ശരീരത്തിൽ നിങ്ങളുടെ ഒന്ന് കണ്ണുനീരൊന്ന് വീഴട്ടെ. The son of many tears cannot be lost. അനവധി കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നശിച്ചു പോകത്തില്ല. മുപ്പല്ലി കൊണ്ട് കുത്തി പാപം ചെയ്തുകൊണ്ടിരുന്ന ഏലിയുടെ മക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക്, ആ ആലയത്തിലേക്ക് കണ്ണുമടച്ച് മകനെ പ്രാർത്ഥിച്ചു മേടിച്ച ഏക സന്താനത്തെ പറഞ്ഞയക്കുവാൻ ഹന്നയുടെ അകത്ത് കരുത്തു പകർന്നത് ഹന്നയ്ക്കൊരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിച്ച എൻ്റെ മകനാ, അല്ല തന്നെയല്ല, വർഷത്തിലൊരിക്കൽ കുഞ്ഞിന് ഉടുപ്പുമായിട്ട് അവൾ പോകുമായിരുന്നു. ഏതോ ദൈവദാസന്മാർ ചെറുപ്പത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ആ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ചിലർ പറയോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അമേരിക്ക വിടത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സൗദി മറ്റു രാജ്യങ്ങളിൽ വിടത്തില്ല, ഞാൻ എൻ്റെ കൂടെ നിർത്തി വളർത്തും. എത്ര നാൾ വളർത്തും? അമേരിക്ക അവൻ്റെ മൊബൈലിലുണ്ട് സഹോദര, അമേരിക്ക അവൻ്റെ ലാപ്ടോപ്പിലെ ഹാർഡ് ഡിസ്കിലുണ്ട് സഹോദരി. അങ്ങനെ വളച്ചു വെച്ച് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റില്ല. പക്ഷെ ആത്മനിറവിൽ അവൻ അഭിഷേകം പ്രാപിച്ചാൽ, ദൈവകൃപ അവൻ അനുഭവിച്ചാൽ, ദൈവ സാന്നിധ്യം അവനെ പൊതിഞ്ഞാൽ, ഏതു രാജ്യത്തേക്കും കണ്ണുമടച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാം. ഏത് പാപം നിറഞ്ഞ പട്ടണത്തിലാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാപത്തിന് തൊടാൻ കിട്ടില്ല, പാപത്തിന് അവനെ ഉപ്പ് നോക്കാൻ കിട്ടില്ല. ബിക്കോസ് ഹി എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അമേരിക്ക അല്ല വിഷയം. മീഡിയ, നമ്മളെല്ലാവരും മീഡിയയെ കുറ്റം പറയും. മീഡിയ അല്ല പ്രശ്നം. മീഡിയ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്. നമ്മളതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ നല്ല വശങ്ങളുണ്ട്. നമ്മൾ പോത്തില്ല, അയ്യോ അത് പന്ന രാജ്യമാണെന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിലെ നല്ല തലമുറകളെ, ആത്മാവിൽ ആരാധിക്കുന്ന നിഷ്കളങ്കരായ നല്ല കുഞ്ഞുങ്ങളെ എനിക്കറിയാം. പലരെയും ഞാൻ മെൻറ്റ് ചെയ്യുന്നുണ്ട്, പലർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കുഞ്ഞുങ്ങൾ. ആമേൻ. അപ്പോൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെയോ അവിടുത്തെ പ്രശ്നമല്ല, ഒരു പ്രാർത്ഥനയോടൊരു കവറിങ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ. ആമേൻ. ഞാനങ്ങ് മുന്നോട്ട് പോവുകയാണ്. ആമേൻ. ഇവിടെ എഴുതിയേക്കുന്നൊരു വാക്ക് കേട്ടോണം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ഞാൻ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഘടന മനസ്സിലായോ? ഇടവിടാതെ സ്തോത്രം ചെയ്യും. ഈ സ്തോത്രം പറയുന്നതിന് വലിയ പവറുണ്ട് കേട്ടോ. ആ പവർ മനസ്സിലാക്കിയാൽ നമ്മുടെ പെന്തിക്കോസിൻ്റെ വിഭാഗത്തിൽ ഒത്തിരി സ്തോത്രം പറയുന്നൊരു വിഭാഗമുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. ആ സ്തോത്രം പറയുന്ന ആ ഉപദേശിമാരെ, അവരുടെ കൂടെ നടക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അവരുടെ മുഖത്തൊരു നല്ല വെളിച്ചമുണ്ട്, ഒരു തേജസ്സുണ്ട്. എപ്പോഴും ഓർത്തോണം, സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾ ഒരു പരീക്ഷണമായിട്ട് ചെയ്യണം. നിങ്ങൾ ഒരു അരമണിക്കൂർ മാറിയിരുന്ന്, ആമേൻ, പക്ഷേ അരമണിക്കൂറൊക്കെ എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? അരമണിക്കൂറല്ലോ നിങ്ങൾ ഫോണിൽ ഒരാൾ സംസാരിച്ചാൽ നിങ്ങൾ സമയം നോക്കണം. 1.5 മണിക്കൂറൊക്കെ സംസാരിക്കാറില്ലേ? ആ കുക്കിംഗ് ചെയ്യുന്ന കാര്യവും വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞാൽ എത്ര മണിക്കൂർ പോയെന്ന് നമ്മൾ പോലും അറിയത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ സ്തോത്രം ചെയ്യാനൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഒരു 3 മണിക്കൂർ, അരമണിക്കൂർ എന്ന് സ്തോത്രം പറഞ്ഞ് നോക്കിക്കേ. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ്.
നിങ്ങളുടെ അന്തരാത്മാവിൽ എപ്പോഴെങ്കിലും ശുശ്രൂഷിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ, ചർച്ചിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളാ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് 15-20 മിനിറ്റ് സ്തോത്രത്തിൽ ജാഗരിച്ചിട്ട് സ്തോത്രം 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 സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, സ്തോത്രം 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങളിരിക്കുന്ന ആ ഫെയ്ത്തോം കുലുങ്ങും. നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ മേലൊരു പ്രകമ്പനം ഉണ്ടാകും. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ പോയി നിങ്ങൾ അരമണിക്കൂർ സ്തോത്രം പറഞ്ഞിട്ട് നിങ്ങൾ അത്രയ്ക്ക് പവറുണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുന്നതിന്. ദ പ്രൈസസ്, ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബ്രിങ് ഡൗൺ ദ ഹെവൻ ഡൗൺ, സ്വർഗത്തെ പിടിച്ച് താഴെ കൊണ്ടുവരും. യറമ ഷേക്കിലെ ഊറിയാലബ ഹസീനിയാല ബൊക്കോറിയബ ഹചരേരെ. അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഊറിയബ ഖതേരേ റൂബല ഹതന ഹതന റീകലാധനേ ഉഡാ നഹഷ്പർ ധനാദിയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, സ്തോത്രത്തിൽ ജാഗരിക്കാൻ ഒരു കൃപ എനിക്ക് തരണം. ഉഡിരാ ലഗദനെ ഹസ്തന, ദൂതന്മാർ ആരാധിക്കുന്ന പോലെ ഇടതടവില്ലാതെ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ എനിക്ക് തരണം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും, ആമേൻ, ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം. അപ്പം ഡയറക്റ്റ് നമ്മുടെ ദൈവം എന്ന് പറയാതെ ഒരു കെയർ ഓഫ് ഇട്ടാണ് പൗലോസ് പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ പഴയ നിയമ ഭക്തന്മാരെ പഠിക്കുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ദൈവത്തെ ആക്സസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു കെയർ ഓഫ് ഉണ്ടായിരുന്നു. അവരിങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. പക്ഷെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അവരുടെ ജീനിയോളജിയിൽ അബ്രഹാമിൻ്റെ അവകാശത്തോട് നമ്മളെ കൂട്ടിയോജിപ്പിച്ചെങ്കിലും നമ്മുടെ കെയർ ഓഫ് ഇവരാരും അല്ല. നമ്മുടെ കെയർ ഓഫ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്ക് അത്ര നാം വന്നിരിക്കുന്നത്. സോ നമ്മുടെ മീഡിയേറ്റർ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം ലഭിച്ചത്. ആ വെളിപ്പാടിലാണ് പൗലോസ് ലീഗ പറയുന്നത്, ആമേൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം. സോ ദൈവവുമായിട്ട് നമുക്ക് റിലേഷൻ കിട്ടിയത്, ആ ചാനൽ തുറന്ന് കിട്ടിയത്, ദൈവത്തോട് നമ്മളെ കൂട്ടിയോജിപ്പിച്ചത്, ആമേൻ, കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് കൂട്ടി ഒട്ടിച്ചത്, ബഡ് ചെയ്തത്, ആമേൻ, ദത്തെടുത്ത് ഒന്നാക്കി തീർത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഒരു വെളിപ്പാടിലാണ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം. സോ നമുക്ക് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തുവാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം എന്നുള്ളതാ റിലേഷൻ. നമ്മുടെ ആക്സസ് എങ്ങനെയാ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ടായത്. നാം പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, ആ ഒരു പ്രാർത്ഥനയുടെ മോഡൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ തന്നെ, ആമേൻ, അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾ എന്നുള്ളത് കേട്ടോ, കർത്താവായ യേശു, അതാ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും നമ്മുടെ പിതാവുമാണ്. ഹീ ഈസ് അവർ ഫാദർ ആൻഡ് ഹീസ് ഫാദർ ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവമാണ്. അതാണ് കർത്താവ് കാൽവറിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പിതാവായ ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കെയർ ഓഫ് ആരുടെ പേരിലാണ്? പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. സോ പുത്രനായ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. താങ്ക് യു ജീസസ്, ആമേൻ. സോ നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവിടെ പറയുന്നത്, ആമേൻ. അടുത്തത് കേട്ടോണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവമാണ്. രണ്ട്, മഹത്വമുള്ള പിതാവാണ്, ദ ഫാദർ ഓഫ് ഗ്ലോറി. രണ്ട് വിഷയങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ. ഒന്ന്, ദൈവത്തെ പറ്റി പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം. രണ്ട്, മഹത്വമുള്ള പിതാവ്,
ദ ഫാദർ ഓഫ് ഗ്ലോറി. അതൊരു ദിവസത്തെ പ്രസംഗമാണ്. ആമേൻ. ഇത് ഞാൻ ഫാദർ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ ദൈവം, മഹത്വത്തിൻ്റെ ദൈവം. ഗ്ലോറി എന്ന പദത്തിന് ഡോക്സ അല്ലെങ്കിൽ കാബോദ്, ഷെഖീന എന്നൊക്കെയുള്ള പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ മേഘം എന്ന പദമോ ഗ്ലോറി എന്ന പദമോ മഹത്വം എന്ന പദമോ കേൾക്കുമ്പോൾ ഓർത്തോണം, ലിറ്ററലി ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മുഴു ശക്തിയോടെ, ദൈവത്തിൻ്റെ മുഴു സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഗ്ലോറി, മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ഗോഡ്സ് ഗ്ലോറി. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഈസ് ദ ഫാദർ ഓഫ് ഗ്ലോറി. ഹല്ലേലൂയ, ഫാദർ ഓഫ് ഗ്ലോറി. താങ്ക് യു ജീസസ്. മഹത്വത്തിൻ്റെ, മഹത്വമുള്ള പിതാവ്. ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ മഹത്വം നൽകിയിരിക്കുന്നു. ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്കോ ആമേൻ മറ്റൊന്നിനും വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിന്നിലും നീ അവരിലുമാണെന്ന് അറിയാൻ വേണ്ടി, ആമേൻ, നമ്മുടെ ആ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ മഹത്വം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആ വാക്യം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ട് അതൊന്ന് എടുത്ത് വായിക്കണമെന്ന് എനിക്ക് ക്രിസ്തുവിൽ ആഗ്രഹമുണ്ട്. ആമേൻ. നമ്മുടെ ദൈവം, നമ്മൾ പറയും ദൈവത്തിൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ക്രിസ്തുവിൽ നമ്മളെ നമ്മളത് പൗലോസിൻ്റെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്രേസാണ്, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആമേൻ പുകഴ്ചയ്ക്കായിട്ട് ആമേൻ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളെ കാണുന്നവർ, ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളെ കാണുന്നവർ ആമേൻ കർത്താവിൻ്റെ മഹത്വത്തെ കാണും. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ ആമേൻ മഹത്വം ചുമക്കുന്നവരാണ് നമ്മൾ, ദൈവത്തിൻ്റെ കൃപ ചുമക്കുന്നവരാണ് നമ്മൾ. താങ്ക് യു ജീസസ്. ആമേൻ. ഐ ഹാവ് ഗിവൻ മൈ ഗ്ലോറി ടു മൈ ചിൽഡ്രൻ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. 17:22. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. സോ ചർച്ച്, യു ആർ ദ പീപ്പിൾ ഓഫ് ഗ്ലോറി. നമ്മൾ മഹത്വത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ആ മഹത്വത്തെ ദൈവം നമ്മുടെ മേൽ ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. Jesus has shared the glory of God with us. ദൈവത്തിൻ്റെ ഗ്ലോറിയെ പറ്റി, ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റി അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വലിപ്പം അറിയുമ്പോൾ, നട്ടുച്ചയ്ക്ക് 1 മണിക്ക് ഇറങ്ങി നിന്നിട്ട് 10 മിനിറ്റ് സൂര്യനെ നോക്കാൻ പറ്റുമോ നഗ്ന നേത്രം കൊണ്ട്? അയ്യോ, ഗ്ലാസ് വെച്ച് പോലും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സൂര്യനെ ഒറ്റ വാക്ക് കൊണ്ട് ഉണ്ടാക്കിയ, സൂര്യനെ പോലെ ഒത്തിരി സ്റ്റാറുകളുണ്ട്, കോടാനുകോടി സ്റ്റാറുകളുണ്ട്. ഇതിനെല്ലാം ഉണ്ടാക്കിയ ഒരു ദൈവം, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അടിസ്ഥാനമിട്ട ദൈവം. ഇത് ഞാൻ പറയാൻ വന്നല്ല, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സാറാഫുകൾ ചുറ്റിനും നിന്ന് ചിറക് വിടർത്തി ആരാധിക്കുന്ന മഹത്വവാനായ ദൈവം. ഹല്ലേലൂയ. ആലയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞപ്പോ ശുശ്രൂഷകന്മാർക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല അവർക്ക്. ദൈവത്തിന്റെ മഹത്വം ഒന്ന് വർണ്ണിച്ച
നമ്മൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യഹോവ അവൻ നിത്യദൈവമാണ്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ച ദൈവമാണ്, ക്ഷീണിക്കാത്ത ദൈവം, തളർന്നു പോകാത്ത ദൈവം. അവൻ്റെ ബുദ്ധി അപ്രമേയമാണ്, ബലമില്ലാത്തവന് ബലം നൽകി വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ തളർന്ന് ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുക, ആമേൻ, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ തൻ്റെ മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളത്തെ അളക്കുന്ന, കടലിൽ എത്ര ഗാലൻ വെള്ളമുണ്ട് നമുക്കറിയില്ല, ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു കപ്പിനകത്ത് നിറയ്ക്കുന്ന പോലെ ആ ഉള്ളം കൈയിൽ ഇത്രയും വെള്ളത്തെ കൊള്ളിക്കുന്ന ദൈവം. ഞാൻ യെശയ്യാവ് 40:12 വായിക്കുന്നത്. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ. ഓ താങ്ക് യു ജീസസ്. ഓ ലോർഡ്, താങ്ക് യു ലോർഡ്. ഒരാശാരി വന്നിട്ട് തനിക്ക് അറക്കുവാനുള്ള തടിയുടെ അളവ് തൻ്റെ ടേപ്പ് കൊണ്ട് അളക്കുന്ന പോലെ ഈ ആകാശത്തിന്റെ പരിമാണത്തെ അളക്കുന്ന ദൈവം, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവം. അമ്മമാര് പണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാഴി എന്തുവാണെന്നൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നും. ഒരു ഗ്ലാസ് പോലിരിക്കുന്ന സാധനമോ മക്കളെ, അതിനകത്ത് അരി അളന്നിടുമായിരുന്നു. നാഴൂരി അരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കണക്കുകളൊക്കെ പറഞ്ഞ് കേൾക്കാമായിരുന്നു. ആകപ്പാടെ അറിയാവുന്ന ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിൽ പോകാൻ നേരം ഒരു ന്യൂസ് പേപ്പർ അങ്ങോട്ട് നൂർത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അരി ഇട്ടിട്ട് അത് പൊതിഞ്ഞ് കൈ തന്നു വിടുമായിരുന്നു. അതൊക്കെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സൺഡേ സ്കൂളിൻ്റെ സമയത്ത് മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നത് ഓർമ്മയുണ്ട്. നാഴിയിൽ പൊടി കൊള്ളിക്കുകയും ചെയ്യുന്നവൻ, പർവ്വതങ്ങൾ വെള്ളിക്കോല് കൊണ്ട്, കുന്നുകൾ തുലാസം കൊണ്ട് തൂക്കുകയും ചെയ്യുന്നവർ ആർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിഞ്ഞ് അവന് മന്ത്രിയായി അവനെ ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ആര്? സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാ പറയുന്നത്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മനുഷ്യൻ ആരും കണ്ടിട്ടില്ലാത്തവനാണ്, അവൻ കാണാൻ കഴിയാത്തവനാണ്. എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒരു വെളിപ്പാട് ഞാൻ പറയാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തെ ഒന്ന് അറിയാൻ പറ്റിയാൽ ഇന്നു രാത്രി നമ്മുടെ കഷ്ടതകൾ പറ്റിയുള്ള നമ്മുടെ പരിവേദനകൾ, നമ്മുടെ ഞെരുക്കങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ നമ്മൾ മറക്കും ഇന്ന് രാത്രി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2 രൂപ പോലും ഇല്ലെങ്കിലും, സീറോ ബാലൻസ് ആണെങ്കിലും, ഹല്ലേലൂയ, നിങ്ങൾക്ക് അതിനകത്ത് പൈസ ഇല്ലാത്തതിന് ബാങ്കുകാർ ഫൈൻ അടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സ്വർഗം മാറ്റുന്നതിൻ്റെ അളവ് പോലെ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ്, തൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ്. ഫാദർ ഓഫ് ഗ്ലോറി. Oh my God, Father of glory. Thank you Jesus. Hallelujah. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനം 24 ഒരു വാക്യമുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ആമേൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പണ്ടേയുള്ള കഥകൾ, മഹത്വത്തിന്റെ രാജാവിനെ തടഞ്ഞു വെക്കുന്ന ചില പഴയ കഥകളുണ്ട്, ചില പഴയ ഡോറുകളുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയട്ടെ, വാതിലുകളെ. ഞാൻ ഒരു പ്രാവശ്യം ഫെയ്ത്ത് സിറ്റിയിൽ വാതിലുകളെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ഓർക്കുമായിരിക്കും. എല്ലാ പട്ടണങ്ങളിലും ഒരു വാതിലുണ്ട്. ഇന്ത്യ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതെല്ലാം ഓരോരോ സിംബോളിക്കായിട്ട് അവിടെ വെച്ചേക്കുവാണെങ്കിലും ഇന്ന് രാത്രി ആ പഴയ ഗേറ്റുകളെ നോക്കി ആത്മാവിൽ പ്രവചിക്കേ, ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഓപ്പൺ ഫോർ ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി തുറക്കട്ടെ. ബോംബെയിലുള്ള ഗേറ്റ് ഓഫ് ഇന്ത്യ യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി തുറക്കട്ടെ. പ്രാർത്ഥിക്കേ. പഴയ കഥകളെല്ലാം തുറക്കപ്പെടട്ടെ. യെസ് ലോർഡ്. ആഡംബരത്തിന്റെ കഥകൾ തുറക്കപ്പെടട്ടെ. ആഠ്യത്വത്തിന്റെ കഥകൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. വാതിലുകളെ നിങ്ങളുടെ തല ആമേൻ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ്,
നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ഈസ് ദ ഫാദർ ഓഫ് ഗ്ലോറി. ഓ, മോശ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ മോശ നെടുമ്പാട് വീണു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇപ്പം അവൻ സങ്കീർത്തനം 73:24 നിന്റെ ആലോചനയാ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ നിന്റെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സോ ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, അല്ലെ? മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം മഹത്വമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. സോ ഹെവൻ അത് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ സ്ഥലമാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യെശയ്യാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് വിളിച്ചു പറയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഹല്ലേലൂയ, ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണെന്ന്. ഹല്ലേലൂയ. when you approach the God's glory, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുമ്പോൾ നമ്മളിലുള്ള കുറവുകളെ നാം തിരിച്ചറിയും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ജീഡബന ഹർത്തല പ്രൗഷസിയാനാദന. ഓ, എക്സോഡസ് 40:34 ദൈവത്തിൻ്റെ മഹത്വം ആമേൻ കൂടാരത്തിൽ ഇറങ്ങിയപ്പോൾ മോശയ്ക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക, കർത്താവേ നിന്റെ മഹത്വം കൊണ്ട് എൻ്റെ റൂമിനെ നിറയ്ക്കണമേ, നിന്റെ മഹത്വം കൊണ്ട് എൻ്റെ മൺകൂടാരത്തെ നിറയ്ക്കണമേ. ലെറ്റ് മീ ക്യാരി യുവർ ഗ്ലോറി ഇൻ ദിസ് ജനറേഷൻ. എൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം ഇതാണ്. യു വാണ്ട് ടു എക്സ്പ്രസ്, യു വാണ്ട് ടു പ്രൊജക്റ്റ് ഓർ റിവീൽ ദ ഗ്ലോറി ഓഫ് ഗോഡ് ത്രൂ യു. നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ, ജാതികൾ അത് കണ്ട് വിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഫാദർ ഓഫ് ഗ്ലോറി, 2 വാക്കുകളാണ് ആമേൻ ആമേൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവമായ ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും ആമേൻ മഹത്വത്തിനുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് 7 ആമേൻ പോയിന്റ്സ് ഈ പ്രയറിനകത്തുണ്ട്. 7 പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് കേട്ടോണം. ടു ഗിവ് യു ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. ആമേൻ. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരാൻ. പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവ്. രണ്ടാമത്തെ പ്രാർത്ഥന, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരാൻ. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വെളിപ്പാടിൻ്റെ ആത്മാവ്. അപ്പോൾ പരിജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരാനും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കാനുള്ള പ്രാർത്ഥന. ഹൃദയദൃഷ്ടി പ്രകാശിക്കാനുള്ള പ്രാർത്ഥന. ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നാലാമത്തത് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ദ ഹോപ്പ് ടു വിച്ച് ഹി ഹാസ് കോൾഡ് യു. നിങ്ങളെ എന്തിനു വേണ്ടിയാ വിളിച്ചതെന്നുള്ള തിരിച്ചറിവ്. അതാ നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ഇൻ ഹിസ് ഹോളി പീപ്പിൾ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന്. അതാ അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം. തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം. ഹോ, തൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെവൻത്, ദ വർക്കിംഗ് ഓഫ് ഹിസ് പവർ. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ദ വർക്കിംഗ് ഓഫ് ഹിസ് പവർ. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. 7 പോയിന്റാണ് ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. 7 ഫോൾഡ് പ്രയർ എന്നാണ് ഇതിനെ തിയോളജിയന്മാർ വിളിക്കുന്നത്. 7 ഫോൾഡ് പ്രയർ ഓഫ് പോൾ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ശുശ്രൂഷയിൽ നമ്മൾ കേട്ടതാണ് 3 പ്രാർത്ഥനകൾ. പൗലോസിൻ്റെ 3 ലോങ് പ്രേയേഴ്സ്, വലിയ പ്രാർത്ഥനകൾ. ഈ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എഫേസ് ലേഖനത്തിൽ 2 പ്രാർത്ഥനയും ഫിലിപ്പിയ ലേഖനത്തിൽ 1 പ്രാർത്ഥനയും നമുക്ക് കാണാം. 3 പ്രധാനപ്പെട്ട ലോങ് പ്രേയേഴ്സ്
പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വിശ്വാസികളുടെ ക്രിസ്തുവിലുള്ള പൂർണ്ണമായ ഒരു വളർച്ചയെ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 3 പ്രാർത്ഥനയും. ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ ഈ വായിച്ച എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ. രണ്ടാമത്തെ പ്രാർത്ഥന എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അതിലേക്ക് നമ്മൾ വരും. മൂന്നാമത്തെ പൗലോസിന്റെ ലോങ് പ്രെയർ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ പ്രാർത്ഥന 1-ാമത്തെ അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യത്തിലും, രണ്ടാമത്തെ പ്രാർത്ഥന 3-ാമത്തെ അധ്യായം എഫെസ്യർ ലേഖനം 3-ാമത്തെ അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യത്തിലും, ഫിലിപ്പിയ ലേഖനം 1 മുതൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യത്തിലും നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, ഒന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അഭിഷക്തൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞ് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കിട്ടേണ്ടതിന്, തരേണ്ടതിന് ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 3 കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്, സെക്കൻഡ് പോയിന്റായ റെവലേഷനും, ഇത് 3ഉം സ്പിരിറ്റ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. ശ്രദ്ധിച്ചോ നിങ്ങളത്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വെളിപ്പാടിൻ്റെ ആത്മാവ്. അതിനകത്ത് ഇത് സ്പിരിറ്റുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിനെ തരുന്നത് വേറെ ആരുമല്ല. ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്പിരിറ്റിനെ പറ്റി അല്ല പറയുന്നത്. ഇറ്റ് സേസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. ഈ പറയപ്പെട്ട 2 സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്, കൃപാവരങ്ങളെ പറ്റി പറയുമ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പറയുമ്പോൾ അതിനകത്ത് ഇത് 2 ഉണ്ട്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഉണ്ട്, സ്പിരിറ്റ് ഓഫ് നോളജ് ഉണ്ട്. എന്തുവാ വിസ്ഡം? പരിജ്ഞാനം. ജ്ഞാനവും ഉണ്ട്, പരിജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ ജ്ഞാനം? നോയിങ് ഗാഡ്, ദൈവത്തെ നമ്മൾ അറിഞ്ഞു, അതൊരു ജ്ഞാനമാണ്. അത് നമുക്ക് കിട്ടിയ ഒരു അറിവാണ്. ആ ഒരു അറിവാണ് നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത്. നോയിങ്, ദൈവത്തെ അറിഞ്ഞു, അത് ഒരു പ്രോസസ്സാണ്. You can see from Genesis to Revelation there's a progressive growth. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്തോറും നമ്മൾ ദൈവത്തെ അറിയും. നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയും തോറും നമ്മുടെ സെൽഫ് താഴോട്ട് പോകും. അപ്പം സെൽഫാണ് മുന്നിലോട്ട് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. We should know the attributes of God. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നാം അറിയണം. ദൈവവചനം എന്താണെന്ന് നാം അറിയണം. അറിവ് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ജ്ഞാനം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. സോ ദൈവത്തിൻ്റെ വചനം പറയാ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്നവൻ. ഔദാര്യമായിട്ട് കൊടുക്കുന്ന ചെന്തുവാ? നമ്മുടെ നാട്ടിലൊരു പ്രത്യേക സിസ്റ്റമാണ്. അവൻ പെൺകുഞ്ഞുങ്ങളെ കല്യാണ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചർച്ചുകാരും എല്ലാവരും കൂടെ കൊണ്ടുവന്ന് തലേ ദിവസം ഒരു ഓഫറിങ് കൊടുക്കും. ആ ചില സ്ഥലങ്ങളിൽ അവന് ഔദാര്യമെന്നോ എന്തോ സംതിങ് അങ്ങനെ ഒരു വേർഡാണ് ഉപയോഗിക്കുന്നത്. ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ, ദൈവം ഫൽസിക്കത്തില്ല. എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അത് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദ ചാനൽ ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ആ ഒരു ജ്ഞാനം തരുന്നത്. പത്രോസ് എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിച്ചപ്പോൾ പത്രോസ് ഏതെങ്കിലും സെമിനാരി പഠിച്ചതല്ല പ്രസംഗിച്ചത്.
പത്രോസ് യോവേലൊക്കെ പ്രവചിച്ചിട്ടത് എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പത്രോസിനല്ല, ദ ഹോളി സ്പിരിറ്റ് ഹു വർക്ക് ബിഹൈൻഡ് ദാറ്റ്. പത്രോസിന്റെ ജ്ഞാനത്തെ കവിയുന്ന ഒരു ദൈവിക പരിജ്ഞാനം, ദൈവിക ജ്ഞാനം പത്രോസിനെ കൺട്രോൾ ചെയ്തു. Amen. Praise the Lord. So our messages should not be a manifestation of our knowledge. എന്തുകൊണ്ടാണ് ജനം ഒന്നും പ്രാപിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് സഭ അനുഗ്രഹം പ്രാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവശക്തി ചില ശുശ്രൂഷകളിൽ വെളിപ്പെടാത്തത്? വി വാണ്ട് ടു എക്സ്പ്രസ് അവർ നോളജ്. എനിക്ക് അറിവുള്ളവനാണെന്ന്, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെന്ന്, എൻ്റെ കയ്യിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടെന്ന് പറയാനുള്ളൊരു വ്യഗ്രത എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ആത്മാവിലൊരു കാര്യം പറയട്ടെ, 10 വാക്കേ പറഞ്ഞുള്ളെങ്കിലും ആ 10 വാക്കിനകത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ that place will be ignited, that people will be ignited. അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ദൈവമക്കൾക്ക്, അവിടെ ദൈവശക്തി വ്യാപരിക്കും. അപ്പം നമ്മുടെ നോട്ടിലോ 7 പോയിന്റ്സ് മെസ്സേജിലൊന്നും അല്ല കാര്യം. മെസ്സേജിൽ പോയിന്റ്സ് ഒക്കെ ഉള്ള നല്ലതാ, പക്ഷേ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, യു ഷുഡ് ഗീവ് മീ ദ സ്പിരിറ്റ് ഓഫ് നോളജ്. ആ ഒരു സ്പിരിറ്റിനെ എൻ്റെ മേൽ പകരണമേ. അപ്പം ദൈവം തരുന്നതെല്ലാം സ്പിരിറ്റ്. ബിക്കോസ് നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആട്ടോ. വി ആർ എ സ്പിരിച്വൽ ബീയിങ്. നമ്മൾ ആ ഒരു വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാട്ടോ. വി ആർ എ സ്പിരിച്വൽ ബീയിങ്. നമ്മൾ ആത്മമനുഷ്യരാണേ, നമ്മൾ ആത്മമനുഷ്യരാണ്. അപ്പോൾ ദൈവം തരുന്നതെല്ലാം ആത്മാവിലാണ് കണക്റ്റഡായി കിടക്കുന്നത്. ആമേൻ. നമ്മുടെ ഈ ഭൂമിയിൽ താമസിക്കുമ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള കൂടാണല്ലോ നമ്മുടെ ഈ ശരീരം. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനോടുള്ള ബന്ധപ്പെട്ടുകൊണ്ടാണ് ദൈവം നമുക്ക് സകലവും ദാനമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയുള്ളതാണ് ദൈവത്തിന് പ്രധാനം, ജ്ഞാനത്തിൻ്റെ. അപ്പം പരിശുദ്ധാത്മാവിനാൽ ഈ ജ്ഞാനത്തെ നമ്മുടെ അകത്തെ മനുഷ്യനിലേക്കാണ് നിറയുന്നത്. God will give you every kind of wisdom. എല്ലാ തരത്തിലുള്ള തരും. കാരണം ശലോമോൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ബാലനാണ്, എനിക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ട് നീ എനിക്ക് ജ്ഞാനം തരണമെന്ന് പറഞ്ഞു ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുന്നൊരു ഉത്തരം കേട്ടോണം. കേവലം ഒരു അറിവാ ചോദിച്ചത്. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് മുമ്പും നിനക്ക് ശേഷവും നിന്നെപ്പോലെ അറിവുള്ള ഒരാൾ ഉണ്ടാവത്തില്ല. ദാറ്റ് വാസ് എ യുണീക്ക് പ്രോമിസ്. ദൈവം അങ്ങ് നിറച്ചു കൊടുത്തു. അതാ പറഞ്ഞത്, നിങ്ങൾക്കൊരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ സകലവും ഔദാര്യമായി കൊടുക്കുന്നത്. ചിലർ പറയും ജ്ഞാനം ചോദിക്കാൻ പാടില്ല പാസ്റ്ററെ. ചിലർ ചോദിക്കും, പാസ്റ്ററെ ഈ ലോകത്തിലെ കാര്യങ്ങൾ വല്ലതും ചോദിക്കാവോ? ദൈവമക്കളെ, ലോകം നമ്മളെ പറ്റിക്കുക. യു ക്യാൻ ആസ്ക് എനിത്തിങ് ടു യുവർ ഫാദർ. യു ക്യാൻ ആസ്ക് ഫോർ നോളജ്. യു ക്യാൻ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ ദിസ് വേൾഡ് related to you because you are connected to a heavenly father. നമ്മുടെ അപ്പനോട് എന്തോ ചോദിക്കണമെന്ന് നാട്ടുകാരാണോ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്? It is based upon your relationship. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാ കാര്യം. ഹല്ലേലൂയ. ചിലർ അയ്യോ ഭൗതിക കാര്യത്തിന് വേണ്ടി ചോദിക്കാവോ, അറിവ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ പാസ്റ്ററെ? എന്നിട്ട് അവർ തന്നെ പറയും, പാസ്റ്ററെ എൻ്റെ മക്കൾക്ക് പരീക്ഷ പ്രാർത്ഥിക്കണമെന്ന്. അയ്യോ, നമുക്ക് നമ്മൾ ഈ ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയും, പാസ്റ്ററെ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം യുവർ സ്പിരിറ്റ്, ആത്മാവിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തുവായാലും ഒരു കാര്യം നമുക്കറിയാം, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിവില്ലെന്ന് വചനം തന്നെ പറയുന്നുണ്ട്. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്ക് തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. കർത്താവ് ഫൽസിക്കത്തൊന്നുമില്ല. അയ്യോ കർത്താവ് എനിക്ക് പഠിക്കാൻ കഴിവില്ല. പഠിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ഇന്ന് രാത്രി നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ ഫൽസിക്കാതെ, മിണ്ടായിരടാ, ഫൽസിക്കാന്ന് വെച്ചാൽ മിണ്ടായിരടാ, നീ കൂടെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. നമ്മൾ പിള്ളേരെ ഫൽസിക്കത്തില്ലേ, മിണ്ടാതിരിക്കടാ, നീ എന്ത് ചോദിച്ചു ചോദിച്ചാൽ. അങ്ങനത്തെ ഒരു ദൈവമല്ല നമ്മൾ. ഔദാര്യമായിട്ട് തരും. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്തോ, ഔദാര്യമായിട്ട് തരും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനം ദൈവം ഔദാര്യമായിട്ട് തരും. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഗിഫ്റ്റ് ആട്ടോ. നോളജ് ഒരു ഗിഫ്റ്റാണ്. നമുക്കറിയാം, മോശയുടെ കൈതാങ്ങിയ ഹൂരിൻ്റെ കൊച്ചു മകനായ ബെസാലിയലിനെ ദൈവം ദിവ്യാത്മാവിനാൽ നിറച്ചു. അവൻ കൗശലപ്പണികൾ, രത്നം വെട്ടി പതിപ്പിക്കുന്ന ജോലിയൊക്കെ ചെയ്യത്തക്കവണ്ണം ദൈവം അവനെ നിറച്ചത് അവൻ്റെ സ്കില്ല് കൊണ്ടല്ല, ദിവ്യാത്മാവ്. അവിടെ ആത്മാവാണ് നമ്മൾ കാണുന്നത്.
അല്ലേ? അവിടെയും ദൈവം ആ ജ്ഞാനത്തെ ആമേൻ പകർന്നത് സ്തോത്രം ഹൂരിയുടെ മകനായ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസേലിയലിൻ്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി, ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ, പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണി ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവൻ്റെ മേൽ ഈ എൻജിനീയറിംഗ് സ്കിൽ അങ്ങോട്ട് കൊടുത്തത് സ്പിരിറ്റ്. നേഴ്സുമാരെ ഇനി ജോലി ചെയ്യുമ്പോൾ യൂസ് യുവർ സ്പിരിറ്റ്. സ്റ്റുഡൻസ്, വെൻ യു ആർ റൈറ്റിംഗ് ദ എക്സാംസ്, അയ്യോ ഒന്നും പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല പാസ്റ്ററെ, ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ ഇഞ്ചക്ഷൻ ചെയ്താൽ ശരിയാകുവാൻ നേർവ് കിട്ടുമോ, അതോ ഞാനിനി ചെയ്താൽ കുളമാവോ, എനിക്ക് ബാഡ് മാർക്സ് കിട്ടുമോ, എനിക്ക് ബാക്ക് പേപ്പേഴ്സ് വരുമോ? Why you are fearing? Because you are using your logic, your brain, നിങ്ങളുടെ ശക്തി തന്നെ നിങ്ങൾ ആശ്രയിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ ആ ബെസാലിയലിനെ നിറച്ചതുപോലെ ദിവ്യാത്മാവിനാൽ എന്നെ നിറയ്ക്കണം, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ആരുടെ മേലൊക്കെയോ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. അയ്യോ, ജ്ഞാനി ലജ്ജിക്കണമെങ്കിൽ ഭോഷത്വമായതിനെ ഭോഷനാക്കി നിർത്തിയാൽ പറ്റുമോ? ഭോഷന്റെ വായിൽ നിന്ന് ജ്ഞാനിയെ ലജ്ജിപ്പിക്കുന്ന ജ്ഞാനം ദൈവം പുറപ്പെടുവിച്ചു. ഇന്ന് രാത്രി ആത്മാവെ ഞാൻ ദൂത് പറയാൻ, നീ വാ തുറക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം നിന്റെ വായിൽ നിന്ന് പുറപ്പെടത്തക്കവണ്ണം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ പകരുന്നു. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഒത്തിരി പേർക്ക് ലോകപരമായിട്ടുള്ള ജ്ഞാനമുണ്ട്, ഒത്തിരി ജ്ഞാനമുള്ളവരുണ്ട്, ഒത്തിരി വിഷയങ്ങളെപ്പറ്റി അറിവുണ്ട്, പക്ഷെ അവർക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ അറിയത്തില്ല. ആ അറിവിനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല. Some people don't know to use the right word in the right time. ലോകത്തിലെ എല്ലാം അറിയാം. പുള്ളി പറയുമ്പോഴാണ് 10, 9, 8, 7, 3, 2, 1 എന്ന് പറഞ്ഞ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. പക്ഷേ ഗ്യാസ് സ്റ്റവ് എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ ലൈറ്റർ കൊണ്ട് സ്റ്റൗ കത്തിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരുക. നമ്മുടെ അകത്തുള്ള അറിവിനെ അപ്ലൈ ചെയ്യാനായിട്ടാണ്, അപ്ലൈ ചെയ്യുക. അതാണ് പരിജ്ഞാനം. എവിടെ എന്തോ സംസാരിക്കണമെന്ന് പരിജ്ഞാനം വേണം. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, അതും ഒരു സ്പിരിറ്റാണ്. അപ്പോൾ ഈ ചിലയിടത്ത് രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ ഡയലോഗുകൾ പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവെ, ഈ മനുഷ്യന് പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിസ്ഡം. 2 Peter 3:18 നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ പത്രോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ 2 Peter 3:18 ഇങ്ങനെയാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പത്രോസിൻ്റെ ലേഖനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. സോ ദാറ്റ് ഈസ് എ പ്രോസസ്. ഈ സ്പിരിറ്റിനെ അങ്ങോട്ട് പകരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ. താങ്ക് യു ജീസസ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ആത്മാവ് എന്നോട് പറയാ, ചിലരുടെ ബുദ്ധിയെ കെട്ടിക്കളയുന്ന കെട്ടുകൾ, ഓർമ്മശക്തിയെ കെടുത്തിക്കളയുന്ന അങ്ങനെയുള്ള ചില മേഖലകളെ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് എപ്പോഴാണോ കേൾക്കുന്നത്, ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധിയെ കെട്ടുന്ന സ്റ്റൗ ഓൺ ചെയ്ത്, ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞു, സ്റ്റൗ ഓൺ ചെയ്തിട്ട് മറന്നു പോകുന്നത് പോലെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഉറബ ശംദന, ബുദ്ധിയെ മറിച്ചു കളയുന്ന, കണ്ണിനെ കെട്ടിക്കളയുന്ന ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു മെഡിസിൻ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് മറന്നു പോകുന്നത് പോലെ
ഉടകജനകടകസി അർത്ഥന ദീന പ്രൗഢേ ലഹേസി. നിങ്ങൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ എനിക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഇന്നു രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിസ്ഡത്തെ പകരുക, പരിജ്ഞാനത്തെ പകരുക, ആമേൻ, ജ്ഞാനത്തെ പകരുക. ഷബ നഹസീരി ലിഖന ഹർത്തന ദിവന റവൽ പ്രൗഷസിയാന ജൂഡാരാബ ശബ്ദൽ പ്രൗഢജാനകസി ഹർത്തനാദിന പ്രൗഢിയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഊറബലഘടകദനി ഹംദൽ പ്രൗഢജനഘടകസിയാന ദീപാലകത്തനെ ഹംദൽ പ്രൗഢ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അത് ഉടഞ്ഞു മാറട്ടെ, ആ പ്രതികൂലം ഉടഞ്ഞു മാറട്ടെ, ആ പ്രതിസന്ധി ഉടഞ്ഞു മാറട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. ഊടകലഘടകശി അർത്ഥന പ്രൗഢജാനകസിയാന. മറവി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ തലയിൽ നിങ്ങൾ തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യമുണ്ടാകുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകുക. ഓർമ്മശക്തി വർദ്ധിക്കട്ടെ. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു യുവർ ബ്രെയിൻ, ഇറ്റ്സ് റിലേറ്റഡ് ടു യുവർ സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന വചനമെല്ലാം അങ്ങ് ആമേൻ ഹല്ലേലൂയ മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തുകൾ പോലെ, വഴിയരികൾ വീണ വിത്തുകൾ പോലെ എല്ലാം കെട്ടുപോവുകയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ അത് വളരത്തക്കവണ്ണം ദൈവിക ജ്ഞാനമായി തീരട്ടത്. ഹറബ ശമനഘടകസി ജഗൽക്കമനഘടകശി അർത്ഥപ്രൗഢജാനകസിയാന ജൂഡാരബാലബാരബ ശബ്ദൽ പ്രൗഢജനകസിയാന. എപ്പോഴും തെറ്റുകളാണ് സംഭവിക്കുന്നത്. മിസ്റ്റേക്സ് ഇൻ മൈ ഡ്യൂട്ടി, മിസ്റ്റേക്സ് എന്നെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ശത്രുക്കൾ കാത്തിരിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് അവർക്ക് അടിക്കാൻ വടികൊണ്ട് കൊടുക്കുകയെന്ന് പറയുന്നവരെ ആരോ പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ എക്സലൻസിലേക്ക് ദൈവം നിന്നെ നടത്തുന്നു. സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, Spirit of excellence, come on, receive it. God is imparting you the spirit of excellence. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മേൽ അതുപോലുള്ള ദൈവിക ജ്ഞാനം പകരുക. നിന്നെ ആർക്കും മാർജിനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ ആർക്കും ആമേൻ ശബ്ദൽ പ്രൗഢജാന അർത്ഥേ ലഹൽക്കമന കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ ആർക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. അത്രയും ജ്ഞാനം ദൈവം പകരുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ കയറി നിന്നിട്ട്, ആലയത്തിൽ കയറി നിന്നിട്ട് പുസ്തകം വിടർത്തി അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഞാൻ എവിടെ ഇരിക്കുന്നത്, ഇവൻ തച്ചന്റെ മകനാണല്ലോ. ഇറ്റ്സ് എ സ്പിരിറ്റ്. ഈ വെളിപ്പാടിലോട്ട് നിങ്ങൾ കയറിക്കോണം. ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർ, ശുശ്രൂഷയിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കിക്കോ, ദിസ് ഈസ് എ റെവലേഷൻ. ഇതെല്ലാം സ്പിരിറ്റാ കേട്ടോ. സ്പിരിറ്റ്, കണക്റ്റഡ് ടു സ്പിരിറ്റ്. ദൈവം സ്പിരിറ്റായിട്ട് അയക്കുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ടു യുവർ സ്പിരിറ്റ്. ഇത് എങ്ങോട്ടാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ അകത്തുള്ള നമ്മുടെ ആത്മാവിലോട്ടാണ് വരുന്നത്. യുവർ സ്പിരിറ്റ് ഈസ് ദ പ്ലാറ്റ്ഫോം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ സ്പിരിറ്റിലേക്കാണ് വരുന്നത്. നമ്മുടെ അന്തരാത്മാവിലേക്കാണ് വരുന്നത്. അപ്പം ഈ വെളിപ്പാടിൻ്റെ ആത്മാവിനെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും ഒക്കെ വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യനാണ്. ഹീ ഈസ് ദ റൺവേ. നമ്മുടെ എയർപോർട്ടിലെ റൺവേ പോലെയുള്ള റൺവേ, ഇത് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ സ്പിരിറ്റാണ്. സ്തോത്രം. അടുത്തത് ഐസ് ഓഫ് റെവലേഷൻ സ്പിരിറ്റ്, വെളിപ്പാടിൻ്റെ ആത്മാവ്. അതുകൂടെ പറയാൻ ഇന്ന് രാത്രി സമയമുള്ളൂ. ബാക്കി പോയിന്റ്സ് ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, ഹോപ്പ് ഓഫ് കോളിംഗ് ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ, ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒത്തിരി ദൈവത്തിൻ്റെ വെളിപ്പാടുകളുള്ളതാണ്. അതുകൊണ്ട് ഞാനത് സ്പീഡിൽ പോകാതെ കഴിവതും ഒരു ലഡു കഴിക്കുന്ന പോലെ നമുക്ക് കഴിച്ച് മുന്നോട്ട് പോകാൻ. നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ. അടുത്ത ദിവസങ്ങളിൽ ഒരു ഗ്ലാസ് പോലും മിസ്സാകാതിരിക്കാൻ ക്രിസ്തുവിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. വെളിപ്പാടിൻ്റെ ആത്മാവ്. വാട്ട് ഈസ് റെവലേഷൻ? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു അപ്രിഹെൻഡ് ദ റിവീൽഡ് തിങ്സ് ഫ്രം ദ ലോർഡ്. ദൈവം വെളിപ്പെടുത്തി തരുന്നതിനെ സ്വീകരിക്കുവാനുള്ള കഴിവാണ് വെളിപ്പാട്. ഇത് പറയുമ്പോൾ സ്പാർക്ക് ചെയ്യുന്ന പോലെ എൻ്റെ തലയിലകത്തോട്ട്, എൻ്റെ സ്പിരിറ്റിനകത്തോട്ട് പരിശുദ്ധാത്മാവ് തന്നൊരു ദൂത്. പാസ്റ്ററെ, ചെറുപ്പത്തിൽ ഞാൻ ദർശനങ്ങൾ കാണുമായിരുന്നു, ചെറുപ്പത്തിൽ ഞാൻ പ്രവചിക്കുമായിരുന്നു, ചെറുപ്പത്തിൽ ഞാൻ സ്വപ്നങ്ങളെ കാണുമായിരുന്നു, അത് നടക്കുമായിരുന്നു. ഇപ്പം അതില്ല, പോയി, നഷ്ടപ്പെട്ടു. രാത്രി പരിശുദ്ധാത്മാവ് പറയാം, പ്രാർത്ഥിച്ച് തിരിച്ചു മേടിച്ചോണം. റെവലേഷൻ സ്പിരിറ്റ്.
ഒരു വിശ്വാസി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, പ്രവാചകന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പൗലോസ് ഇവിടെ പറയുമ്പോൾ ഇത് പ്രവാചകന്മാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉള്ള പ്രാർത്ഥനയല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രെയർ ലൈനിൽ വന്ന 32 കുടുംബങ്ങളോടും ആത്മാവിൽ ഞാൻ ദൂത് പറയാണ്, ഇറ്റ് ഈസ് ഫോർ യു. ദിസ് റെവലേഷൻ സ്പിരിറ്റ് ഈസ് ഫോർ യു. പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ പറ, ആ റെവലേഷൻ സ്പിരിറ്റ് കണ്ണ് തുറന്ന് പിടിച്ചോണ്ട് ആത്മമണ്ഡലം കാണുന്ന, ദർശനം കാണുന്ന ഒരു കൂട്ടം സമൂഹം ഈ പ്രയർ ലൈനിൽ എഴുന്നേറ്റ് വരട്ടെ. സച്ച് എ ഗ്ലോറിയസ് പ്രസൻസ് ഈസ് റിവീലിംഗ് ത്രൂ ദിസ് പ്രയർ ലൈൻ. യേശുവിൻ നാമത്തിൽ. ഹഡാ ജനാസിയാന. യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിന്നെ കാണിക്കാം. നീ നിൽക്കുന്നിടത്ത് നിന്നാൽ നിനക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തില്ല. നീ എൻ്റെ കൂടെ ഒന്ന് കയറി വാ ആത്മാവിൽ. യേശുവിൻ്റെ നാമത്തിൽ പ്രവചനാത്മാവിനെ പകർന്നിട്ട്, റെവലേഷൻ സ്പിരിറ്റിനെ പകർന്നിട്ട് ഇന്ന് രാത്രി ചിലരെ ആത്മമണ്ഡലത്തിൽ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. രാജ്യങ്ങളെ തൊട്ടുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ ഒരുക്കുകയാ. ഒരു കോർണറിൽ ഒതുങ്ങുവാൻ, അല്ലെങ്കിൽ ഒരു മൂലയിൽ ഒതുങ്ങുവാൻ, ഒരു ഡിസ്ട്രിക്റ്റിൽ ഒതുങ്ങുവാൻ അല്ല ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത്. ഒരു സഭയ്ക്കും ഒരു സംഘടനയ്ക്കും ഒരു വ്യക്തിക്കും ഒരു കമ്മിറ്റിക്കും ആർക്കും നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് യു ഹാവ് ദ റെവലേഷൻ സ്പിരിറ്റ് ഇൻ യു. റെവലേഷൻ സ്പിരിറ്റ് ഉള്ളവനെ ലോകം ഭയപ്പെടും. Thank you, Jesus. Hallelujah, hallelujah. So you will ask me, Pastor, how can I get the revelation spirit? ഈ കൃപാവരങ്ങളെല്ലാം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ജോസഫിന്റെ ദൈവം, ജോസഫിന്റെ പിതാവ് ജോസഫിനൊരു വസ്ത്രം കൊടുത്തു. വാട്ട് ഈസ് ദ റീസൺ? റീസൺ വേറൊന്നുമല്ല, അവനെ ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട്. അപ്പൻ സ്നേഹിക്കുന്നവർക്കുള്ളതാ കൃപാവരങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജോസഫിന് കിട്ടിയ മൾട്ടി കളേർഡ് അങ്കി പരിശുദ്ധാത്മാവ് തരുന്ന കൃപാവരങ്ങൾക്ക് നിഴലാണ്. ഇന്നു രാത്രി ഈ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ റലത്തിലൊക്കെ കയറണം, ആത്മമണ്ഡലത്തിലോട്ട് കയറണം. ഈ ഭൂമിയിലെ വെയിറ്റൊക്കെ വിട്ടിട്ട് ഒരു പർവ്വതാരോഹണം കയറുന്ന പോലെ, അല്ലെങ്കിൽ സ്പേസ് ഷട്ടിലിൽ പോകുന്ന ഒരു മനുഷ്യനെ പോലെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിനകത്തോട്ടൊന്ന് കയറണം. അതിന് ഈ ഭൂമിയിലെ കമ്മിറ്റിയും ഈ ഭൂമിയിലെ ലോകത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ വെച്ചോണ്ടിരുന്നാൽ പറ്റത്തില്ല. അതിനെയൊക്കെ ഒന്ന് സെറ്റ് അസൈഡ് ചെയ്തിട്ട് എനിക്ക് ആ ജോലിയുണ്ട്, എനിക്ക് ഈ പണിയുണ്ട്, അങ്ങനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തോട്ട് കയറിയാൽ നിന്റെ മേൽ പുതപ്പ് വീഴുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും. ഇന്ന് രാത്രി ഒരു അർജൻസി ഉണ്ട് പരിശുദ്ധാത്മാവിന്. ചിലരെ പ്രവചനാത്മാവിനാൽ നിറയ്ക്കാൻ, ചിലരെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യം വായിച്ചു, മത്തായി 13:11 പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സോ അതൊരു വരമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്. ദൈവം നമുക്ക് തരുന്നൊരു വരമാണ് റെവലേഷൻ സ്പിരിറ്റ്. ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. അതൊരാത്മാവാണ്. പ്രവചിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൂത് പറയാം, നിങ്ങളൊരു സ്പിരിറ്റാണ്. നിങ്ങളുടെ സ്പിരിറ്റ് പ്രത്യേകമായ സ്പിരിറ്റാണ്. ഐ നോ ദി അപ്പോസ്തോലന്മാർക്കൊരു സ്പിരിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് അപ്പോസ്തോലിക് സ്പിരിറ്റ്. 2 പ്രവാചകന്മാർ, ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റൽ, സ്പിരിറ്റ് ഓഫ് പ്രൊഫറ്റ്. മിക്കവാറും അപ്പോസ്തോലന്മാർക്കെല്ലാം പ്രൊഫറ്റിക് സ്പിരിറ്റ് കൂടെ കിട്ടും. മിക്കവാറും അപ്പോസ്തോലന്മാരെല്ലാം പ്രൊഫറ്റും കൂടെ ആയിരിക്കും. ഷമാർത്തിയാന ദീഗൽ ഘടകസിയ ഹതു റിവന്ധര റഖമ ഷബാല ഹതുന മസലദരി. നിങ്ങളൊരു പ്രവാചകനാ എങ്ങനെ അറിയാം? ഒരാളെ കാണുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ അകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരോട് പറയേണ്ട ദൂതാണെങ്കിൽ നിങ്ങളോട് പറയാം, അവനോട് പറ. നിങ്ങളുടെ അകത്ത് ആരോ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തള്ളി ഒരു റൂമിലിട്ട് കയറ്റുന്നത്. നിങ്ങൾ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിവരെ പരിചയമില്ല, എങ്ങനെ ഒരു സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധം പറയും, നീ പറയാ. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രസവ വേദന പോലെയാണ്. നമ്മുടെ അകത്ത് കിടന്നിങ്ങനെ ഈ നമ്മൾ മനം പരട്ടുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ എത്രയോ പ്രവചനത്തെ നിങ്ങൾ വിഴുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അത് സംഭവിക്കുമ്പോൾ അയ്യോ, ഇത് കർത്താവ് എന്നോട് പറഞ്ഞതാണല്ലോ പറയാനെന്ന് നിങ്ങൾ എത്രയോ തവണ അമേസ് ആയിട്ടുണ്ട്. എങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100
100% you have the revelation spirit. അത് കെടുത്തിക്കളയരുത്, കെട്ടുപോകരുത്. പ്രവചനവരത്തെ വാഞ്ചിക്കണം, പ്രവചനാത്മാവിനെ വാഞ്ചിക്കണം. പാസ്റ്ററെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, എനിക്കറിയാം. ദ ഒറിജിനൽ പുറത്ത് വരട്ടെ, അപ്പം ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഓടിക്കോളും കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, I know you may be tired because we are coming after a class. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ ഒരു വലിയ പ്രശ്നം നടക്കുക. നെബൂഖദ്നേസർ രാജാവ്, കിങ് നെബു, നമുക്ക് നെബു എന്ന് വിളിക്കാം, വലിയ വലിയ പേരല്ലേ നെബൂഖദ്നേസർ, നെബു എന്ന് വിളിക്കും. കിങ് നെബു ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം പുള്ളിക്കാരൻ അങ്ങ് മറന്നുപോയ സ്വപ്നം ഓർക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി, അസ്വസ്ഥനായി, ഉറക്കം പോയി, ഇറിറ്റേറ്റഡായി. രാജാവ് ഇറിറ്റേറ്റഡായ പിന്നെ അറിയാമല്ലോ, രാജ്യം മൊത്തം പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നം കൊടുമ്പിരി കൊണ്ടു. ഒത്തിരി പേരെ വിളിച്ചു. 2 കാര്യമാ, സ്വപ്നവും പറയണം, സ്വപ്നത്തിന്റെ അർത്ഥവും പറയണം. സ്വപ്നം പറഞ്ഞറിഞ്ഞ വല്ലച്ചാതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കായിരുന്നു. ചിലര് എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ചിലരുടെ ദർശനം വന്ന് പറഞ്ഞ് പാസ്റ്റർ ഇതൊന്ന് വ്യാഖ്യാനിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെയൊക്കെ ദർശനം കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ചിരി വരുമായിരുന്നു. പക്ഷേ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അപ്പം ചിലത് സത്യസന്ധമായിട്ട് പറയും, എനിക്കിത് മനസ്സിലാകുന്നില്ല. ആമേൻ, സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് അതങ്ങ് സ്വീകരിക്കാനൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു ഞങ്ങൾ. ആമേൻ. ഒരു കാര്യമാണ്, ദൈവം ഒരു ദർശനം ഒരാളെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥവും ദൈവം പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ദൈവസ്ഥലിൽ ഇരുന്നതിനെ പ്രാപിക്കണം. ശ്രദ്ധിച്ച ദൈവമക്കളെ, അപ്പോൾ എല്ലാവർക്കും പറ്റാതെ വന്നപ്പോഴത്തേന് ഇതിൻ്റെ ചീട്ട് ദാനിയേലിൻ്റെ മേൽ വീണു. ദാനിയേലിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ദാനിയേലിനോട് പറയുന്നു, സ്തോത്രം, ആമേൻ, നീ ആ സ്വപ്നത്തെ ഒന്ന് പറഞ്ഞു തരണം, സ്വപ്നത്തെ ഒന്ന് വ്യാഖ്യാനിച്ചു തരണം, കാരണം ഇവിടെ എല്ലാവരും ഫെയിലായേക്കാം. അപ്പം ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം അതൊന്ന് ജസ്റ്റ് എടുക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 2 verses 26. ദ ബുക്ക് ഓഫ് ഡാനിയേൽ 2 verses 26 ദാനിയേൽ പറയാണ്, ആമേൻ, 27 മുതൽ ഞാൻ വായിക്കാം. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്. അപ്പൊ രാജാവ് പറയാണ്, ഞാൻ കണ്ട സ്വപ്നവും പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. 2 കാര്യം. സ്വപ്നം രാജാവ് മറന്നുപോയി, അതിൻ്റെ അർത്ഥവും അറിയത്തില്ല. രാജാവ് ചോദിച്ച ഗുപ്തകാര്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സീക്രട്ട് തിങ്, വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിക്കാൻ കഴിയുന്നതല്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ് പറയുന്നത്. എൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഏതവനും ഒരുത്തനും വെളിപ്പെട്ട് കിട്ടത്തില്ല. ചില വിശ്വാസികളുടെ സംസാരം കേൾക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മന്ത്രവാദത്തെയാണ്. ചിലയിടത്തൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർ, പാസ്റ്ററെ, ഞങ്ങൾക്കെതിരെ കെട്ടു വല്ലതും ഉണ്ടോ, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി ആത്മാവെ ഞാൻ ദൂത് പറയുക, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നീ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ പൈതലാണ്. ഒരു ബാധയ്ക്കും നിന്റെ കൂടാരത്തിൽ അടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മന്ത്രവാദിക്കും ഒരു അഭിചാരകനും സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കാതെ നിന്റെ ഫ്യൂച്ചർ, നിന്റെ പാസ്റ്റ് ഒന്നും വെളിപ്പെട്ട് കിട്ടത്തില്ല. അത് വെളിപ്പെട്ട് കിട്ടാൻ നമ്മൾ കൈനോട്ടക്കാരൻ്റെയോ അങ്ങനെയുള്ളവർ അടുത്ത് പോയെങ്കിൽ മാത്രമേ ആമേൻ അവർക്ക് അത് ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോബഡി കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫ്യൂച്ചർ. എൻ്റെ ശുശ്രൂഷയെ പറ്റിയോ എൻ്റെ റൂട്ട് മാപ്പോ ഒന്നും ദൈവം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവി പറയട്ടെ, നീ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ ആമേൻ ഹുഡാമാന ഹത്തന ദീപാൽ പ്രൗഷസിയാന സുരക്ഷിതത്വം എന്ന പോലെ ദൈവ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. ദ ഡെവിൾ കനോട്ട് ലൊക്കേറ്റ് യു. ഡൽഹിയിലും ബോംബെയിലും അമേരിക്കയിലും UK-ലും യൂറോപ്പിലും ഏത് രാജ്യത്തിൽ നിന്നാ കുവൈറ്റിൽ നിന്നൊക്കെ കണക്റ്റഡ് ആയ ദൈവമക്കളെ ഞാൻ ആത്മാവി പറയാം, ഡെവിൾ കനോട്ട് ലൊക്കേറ്റ് യു until God reveals you.
ദൈവത്തിന്റെ കരം മാറ്റിക്കൊടുത്തിട്ട് ആ തീ മതിലിനെ ആമേൻ ഇന്ന് രാത്രി ആത്മാവെ ഞാൻ ദൂത് പറയാ, നീ മതിലുകളില്ലാതെ തുറന്നു കിടന്ന പട്ടണമാണെങ്കിലും ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും. തീ മതിൽ യേശുവിൻ നാമത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടേ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും തീ മതിൽ കൊണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തേക്കുക. ഫയറി ഫെൻസസ്, ഫയറി ഫെൻസസ്, ഫയറി ഫെൻസസ്. ആമേൻ. ഇവർക്ക് ആർക്കും പറ്റത്തില്ല, പക്ഷേ പറ്റുന്ന ഒരാളുണ്ട്. അത് ഡാനിയൽ അല്ല. ആളിനെ പറ്റി പറയാ. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അവനെ എൻ്റെ അകത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹല്ലേലൂയ. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് വിവരിച്ചു കൊടുക്കുക. എല്ലാം നല്ല ഒരു ഡോക്ടറൽ തിസീസ് പോലെ ഡോക്ടറേറ്റിൻ്റെ എല്ലാം എഴുതുന്ന പോലെ കറക്റ്റായിട്ട് സ്വപ്നം പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ഊഹമൊന്നും അല്ല പറഞ്ഞ, കറക്റ്റായിട്ട് ദൂത് പറഞ്ഞു കൊടുത്തപ്പോൾ നെബൂഖദ്നേസർ എന്നറിയാമോ? സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. സ്പിരിറ്റ് ഓഫ് റെവലേഷൻ ഉള്ള നിന്റെ മുമ്പിൽ രാജാക്കന്മാർ കവിണ്ണു വീഴും. യെസ്, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ കിട്ടിയാൽ രാജ്യത്തിൻ്റെ ഉന്നത നേതാക്കന്മാര് നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് ആലോചന ചോദിക്കും. യെസ്, നീ ആരെയും തേടി പോണ്ട വരത്തില്ല. നിന്നിൽ ആ ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ലോകക്കാർ നിന്നെ തേടിയെത്തും. അപ്പോൾ നെബൂഖദ്നേസർ സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. എന്നിട്ട് പറയാണ്, അവന് വഴിപാടും സൗരഭ്യവാസന എല്ലാം കൊടുക്കാൻ കൽപ്പിച്ചു. സ്തോത്രം. ആരാ? ക്യാപ്റ്റീവാ. ഇവനെ അടിമയായിട്ട് പിടിച്ചോണ്ട് വന്നവനാ. നീ രഹസ്യം വെളിപ്പെടുത്താൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം, രാജാവ് പറയാ, ദൈവാദി ദൈവവും രാജാതി രാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. അയ്യോ, കിങ് നെബൂഖദ്നേസർ പറയാ, ഞാൻ രാജാവാണെങ്കിൽ നിന്റെ ദൈവം രാജാതി രാജാവാണ്. അങ്ങനെ രാജാവിനെ കൊണ്ട് പറയിപ്പിച്ചത് ഒരു റെവലേഷൻ സ്പിരിറ്റ് അല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രവചനത്തെയൊക്കെ കളിയാക്കി നമ്മൾ പെട്ടി വെച്ച് പൂട്ടണോ? ഒന്നും കൂടെ ചിന്തിച്ചേ. ജഗന രഗലഗടകശി അർത്ഥപ്രൗഢി ജാഗൽ ഘടകതനി. കൊട്ടാരത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു താക്കോലിന്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അവന്റെ ശയനഗ്രഹത്തിൽ അവൻ പറയുന്നത്, പിന്നത്തേതിൽ നിന്റെ വാ കൊണ്ട് വിളിച്ചു പറഞ്ഞ് നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കത്തക്കവണ്ണം ഇന്നു രാത്രി ദൈവം ചിലരെ അഭിഷേകത്താൽ സ്പിരിറ്റ് ഓഫ് റെവലേഷനാൽ നിറയ്ക്കുന്നു. ഓ മൈ ഗാഡ്, ഹല്ലേലൂയ. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് ഒത്തിരി സമ്മാനങ്ങൾ കൊടുത്തു. താങ്ക് യു ജീസസ്. ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ആമേൻ. ശയനഗ്രഹത്തിൽ രാജാവ് കണ്ട സ്വപ്നത്തെയും അതിൻ്റെ അർത്ഥത്തെയും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആ രാജാവ് വിളിച്ചു പറയാ, നിന്റെ ദൈവം ദൈവാദി ദൈവമാണ്. ദൈവാദി ദൈവം. എനിക്കൊത്തിരി കുടിയിരിപ്പ് ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളിൽ ഒരു ദൈവമല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം ദൈവാദി ദൈവമാണ്. ഞാൻ രാജാവായിരിക്കാം, പക്ഷെ നിന്റെ ദൈവം രാജാതി രാജാവാണ്. എൻ്റെ കൂടെ ഉള്ള മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ആഭിചാരകന്മാർക്കും ഒന്നും വെളിപ്പെട്ട് കിട്ടാത്തപ്പോൾ നിന്റെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. സ്പിരിറ്റ് ഓഫ് ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, ആമേൻ, എൻ്റെ മേൽ ഇത് പകരണമെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവ് ഔദാര്യമായിട്ട് തരും കേട്ടോ. പത്മോസിൽ വെച്ച് യോഹന്നാൻ ആമേൻ ആത്മവിവശനായി ആമേൻ ദർശനങ്ങളെ കണ്ടതുപോലെ ഗെറ്റ് റെഡി ഹറമ ശബന ഹദരമ നദിനി ലക്കല പ്രൗഷരദന ഹസ്തുരു റിവൽ പ്രൗഡശ്യാന പ്രൗഡി ജൂഡാമന. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. Come on, somebody pray in the spirit. Every prophets in this prayer line, pray in the spirit. Amen. Spirit of revelation നമ്മുടെ മേൽ ഇറങ്ങുന്നു. യേശുവിൻ നാമത്തിൽ എന്നെ സ്വീകരിച്ചാണ്. ഈ കാലഘട്ടത്തെ വിവേചിക്കുവാനുള്ള ദൈവകൃപ മേലാൽ സംഭവിക്കാനുള്ളത് ഇപ്പോൾ തന്നെ അറിയിക്കുന്ന ചിലർ, ദൈവത്തിന്റെ ഹൃദയത്തെ പങ്കുവെക്കുന്ന ചിലരെ ഈ പ്രയർ ലൈനിൽ ദൈവം തെരഞ്ഞെടുക്കുക. ഇന്ന് രാത്രി ചിലരെ അതിനുവേണ്ടി ദൈവം അഭിഷേകം ചെയ്യുകയാണ്.
നാളെ സംഭവിക്കാനുള്ളത് മുൻകൂട്ടി അറിയിക്കുന്ന ചില ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സ്വർഗം പ്ലാൻ ചെയ്യുക. ഗെറ്റ് റെഡി. വിമർശനങ്ങളെ മാറ്റി വെച്ചിട്ട് ദൈവത്തിൽ നമുക്ക് സറണ്ടർ ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ കൃത്യം 9:30 തന്നെ നമ്മുടെ ഇൻറ്റർസെസറി പ്രെയർ ബൈബിൾ ക്ലാസ് തുടങ്ങും. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദൈവമക്കളെ, 10 o'clock നമ്മുടെ വചന പഠനം തുടങ്ങുന്നത്. പക്ഷേ നിങ്ങളൊരു 9:30 വന്നാൽ നമുക്ക് ആത്മാവിൽ അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വചനത്തിലേക്ക് കയറാം. അങ്ങനെ അരമണിക്കൂർ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിട്ട് കയറിയാൽ ഈ വചനത്തിന് ഡബിൾ പവർ ആയിരിക്കും. അതുകൊണ്ട് 9:30 തന്നെ നിങ്ങൾ കടന്നു വരണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾ മുടക്കരുത്. പ്രത്യേകിച്ച് ശുശ്രൂഷയിലുള്ള ദൈവദാസന്മാരും ശുശ്രൂഷയുടെ മുഖത്ത് പ്രയോജനപ്പെടുവാൻ വിളിയുള്ളവരും ഈ ക്ലാസ്സുകൾ ദയവായി മിസ് ചെയ്യരുത്. അടുത്ത ദിവസത്തെ ക്ലാസ്സുകൾ സൂപ്പർ നാച്ചുറൽ ക്ലാസ്സുകളായിരിക്കും. വലിയ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം പകരുമെന്ന് എനിക്ക് അന്തരാത്മാവിനെ തിരിച്ചറിയുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ. അവൻ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനായി ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു ഓൾ.